ഇന്ന് എന്തൊക്കെയാണ് കഴിച്ചെന്ന് കണ്ടാലോ. രാവിലെ തന്നെ ലഡ്ഡു കഴിച്ച് അങ്ങോട്ട് തുടങ്ങി കേട്ടോ. രാവിലെ തന്നെ മധുരം. എന്തൊരു വൃത്തികെട്ട ശീലം. അതുകഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയി കഴിഞ്ഞ ഒരു സാധനമാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഏത്തക്ക മുട്ടയൊക്കെ വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ട്രൈ ചെയ്തിട്ടും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാനിപ്പോഴാണ് ട്രൈ ചെയ്യുന്നത്. അതിന് നമ്മൾ ഏത്തക്ക അത് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാതെ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള പോലെ. അതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് നെയ്യ് ഇങ്ങനെ തൂക്കി കൊടുത്ത് അതിങ്ങനെ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലോട്ട് ഏത്തക്ക നമ്മൾ അരിഞ്ഞ് വെച്ചതിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് 2 മുട്ടയിട്ട് അതിങ്ങനെ ചിക്കി ചിക്കി കൊടുക്കണം. ഞാൻ ചിക്കി ചിക്കി കൊടുത്തോണ്ടിരുന്നപ്പോഴേക്കും കുറച്ച് മുട്ട താഴെയും പോയി കേട്ടോ. അങ്ങനെയൊന്നും വരാതെ നോക്കുക. പിന്നെ വേണ്ടവർക്ക് കുറച്ച് മധുരം ഇടുക. പിന്നെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഇത്തിരി ഉപ്പും. പിന്നെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഞങ്ങൾ പഞ്ചസാര ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല ആക്ച്വലി ഇതിനകത്ത്. പിന്നെ ഞാനൊരു മധുരപ്രേമി ആയതുകൊണ്ട് മാത്രം പഞ്ചസാര ഇട്ടാണ്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും പോരാനായിട്ട് പിന്നെ ഒരു ലഡ്ഡു ഞാൻ എടുത്ത് കഴിച്ചു കേട്ടോ. എന്തിനാണ് ഇങ്ങനെ മധുരം കയറ്റി കഴിക്കുന്നത് എനിക്കറിയാൻ മേല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു മുറുക്കും കഴിച്ചു. ഈ മധുരം കഴിച്ചിട്ട് അത് ബാലൻസ് ആക്കാനായിട്ടാണ് ഞാൻ ആക്ച്വലി മുറുക്ക് കഴിച്ചത്. പക്ഷേ മുറുക്ക് കഴിച്ചിട്ട് ഞാൻ പിന്നെയും ട്രീറ്റിൻ്റെ 2 ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചു കേട്ടോ. ആക്ച്വലി നിങ്ങളാരും ഇത് ഫോളോ ആക്കല്. കാരണം ഇതെങ്ങനെ ഒരു ഡയബറ്റീസ് പേഷ്യൻ്റ് ആകാം എന്നും കൂടെ കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആയിട്ട് ഇതിപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആരും ഇത് ഫോളോ ചെയ്യേണ്ട. എൻ്റെ ചില കുസൃതികളല്ലേ ഇതൊക്കെ. ഇനി തിന്നതെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് ദഹിച്ചോട്ടെ എന്നോർത്തോ കുറച്ച് വെള്ളം കൂടി കുടിച്ചു കേട്ടോ. പിന്നെ ഉച്ചയായപ്പോൾ നല്ല ചോറും മുട്ട ഓംലെറ്റും പിന്നെ എൻ്റെ കിഴങ്ങ് കറിയും കൂടെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഈ കിഴങ്ങ് ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്ന സൈസ് കിഴങ്ങ് കറിയാണ്. കണ്ടാൽ തന്നെ അറിയാലോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. കഴിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും എന്തെങ്കിലും പിന്നെ അകത്താക്കണമല്ലോ എന്നോർത്ത് വേറൊന്നും കിട്ടിയില്ല കേട്ടോ. മധുരം തന്നെ എടുത്ത് കഴിക്കുകയാണേ. ഹൈഡ് ആൻഡ് സീക്കിൻ്റെ മധുരമുള്ള നല്ലൊരു ബിസ്ക്കറ്റിന് എടുത്ത് കഴിക്കുക. എനിക്ക് തോന്നുന്നു ആ ഒരു ഒറ്റ ഇരിപ്പിൽ ഞാൻ ആ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റോളം തന്നെ കഴിച്ച് കഴിഞ്ഞായിരുന്നു കേട്ടോ. രാത്രിക്ക് ഡിന്നറായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച അതേ ചോറും ഓംലേറ്റും കിഴങ്ങറിയും കഴിച്ചു കേട്ടോ.